വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളത്ത് അമ്മ മകളെ പുഴയിലെറിഞ്ഞ കൊന്ന കേസിൽ വഴിത്തിരിവ്. മരിച്ച 4 വയസ്സുകാരി പീഡനത്തിന് ഇരയായി. കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഏറെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ. ഗൗതം, അല്പനേരം മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ട കുട്ടി, പുഴയിൽ എറിഞ്ഞ് അമ്മ കൊല ചെയ്ത കുട്ടി, ആ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ അടുത്ത ബന്ധു തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. പോലീസ് വിശദമായി ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച പോലീസിന് ഒരു വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ അമ്മയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ പോലീസിന് ലഭിച്ച മൊഴിയിൽ അമ്മ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നൽകിയിരുന്നതായുള്ള വിവരങ്ങളുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് ഇപ്പോൾ നൽകാനാകുന്ന വിശദാംശങ്ങൾ? നമ്മൾക്ക് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ കഴിയുകയില്ല. നിയമത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന്, കുട്ടി ഇപ്പോൾ ഒരു ഇരയും കൂടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ കഴിയുകയില്ല. ഗൗതം, ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണോ ഈ അന്വേഷണ സംഘം? തീർച്ചയായിട്ടും ഗൗതം, അത് തന്നെയാണ്. അതായത് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പ്രാഥമികമായി കാര്യം ഡോക്ടർക്ക് മനസ്സിലാവുന്നത്. ഡോക്ടർ ഈ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് പോലീസ് വിശദമായി ഈ ബന്ധുവിനെ അടക്കം ചോദ്യം ചെയ്തു. ഒടുവിലാണ് ഈ ബന്ധു ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. ശരി, സഹിൻ സൂചിപ്പിച്ച പോലെ തന്നെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളും മറ്റ് വിലയിരുത്തലുകളും അടുത്ത മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി.